ഹേ ഗായ്സ്, അപ്പം യൂണിഫോം കിട്ടിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ അതിൻ്റെ കുറച്ച് പട്ടി ഷോയൊക്കെ ഞാൻ ആദ്യം തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ കയ്യിലേക്ക് ഈ യൂണിഫോം കിട്ടുന്നത്. കിട്ടിയിട്ട് 3 പ്രാവശ്യം കിട്ടിയിട്ട് നമുക്ക് ഇടാൻ യോഗം കിട്ടിയില്ല. കാരണം ഓരോ പ്രാവശ്യം ഓരോന്നായിരുന്നു. വീനെക്കിലും പോക്കറ്റിൻ്റെ സൈഡിലും കൈയിൻ്റെ സൈഡിലും ആ വൈറ്റ് ലൈൻ കൊടുക്കാൻ പറഞ്ഞതാണ്. ഫസ്റ്റത്തെ പ്രാവശ്യം വീല് കൊടുത്തു, രണ്ടാമത്തെ പ്രാവശ്യം പോക്കറ്റ് കൊടുത്തു, മൂന്നാമത്തെ പ്രാവശ്യം കൊടുത്തിട്ട് അയാൾക്ക് തന്നെ ഓർമ്മയില്ല എന്തൊക്കെയോ കാണിച്ചിട്ട് അയാൾ കൊണ്ടുത്തരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്നൊക്കെ. പക്ഷേ ഈ ഫോണിൽ നോക്കി ഒരുങ്ങുന്ന പറഞ്ഞാൽ സമ്മതിച്ചു. പണ്ടാരം വാച്ചാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇടാൻ നോക്കി ഇടാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ എൻ്റെ വാച്ച് ശരിയാവുന്നില്ല. ഞാൻ ക്രീം എടുത്തത് ക്രീം തേച്ചത് ശരിയായിട്ടില്ല, ഒന്നും ശരിയായില്ല. ലാസ്റ്റ് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കുക, ഈ ഫോണിൽ നോക്കി ഒരുങ്ങുന്നവരൊക്കെ ഒന്ന് സമ്മതിക്കണം. ഒരു കണ്ണ് പോലും എനിക്ക് ഫോണിൽ നോക്കിയിട്ട് നേരാവണ്ണം എഴുതാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്, നിനക്കൊന്നും കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഫോണിൽ കണ്ണാടി നോക്കി എഴുതുന്നതും ഫോണിൽ നോക്കി എഴുതുന്നതും രണ്ട് തരമാണല്ലോ. അങ്ങനെ ഇതൊരു ലിപ് ബാമാണ്. അതിൻ്റെ അമ്മ പുറത്തുനിന്ന് കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ തേച്ചത് ചിത്രം നല്ല ലിപ് ബാമായിരുന്നു പൈസ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പിശുക്കിയാണ് തേച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഷോയൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കണ്ണ് എഴുതുന്ന പോലെ. പക്ഷേ ഇത് നടക്കത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ ലാസ്റ്റ് കണ്ണാടി നോക്കി എഴുതാന്ന് പറഞ്ഞിട്ട് പോയി ലാസ്റ്റ് മുടി വരെ കെട്ടിയിട്ടാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് ഫോണിൽ നോക്കി ചെയ്താൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊണ്ട് വന്ന് കുറച്ച് പറ്റി ഷോ അവിടെ നിന്ന് ഇറക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ആലോചിച്ച്, നിങ്ങളെ ചെരുപ്പ് കാണിച്ചില്ല. കാരണം ഇത്രയല്ലേ കാണുകയുള്ളൂ. ഞാൻ ചെരുപ്പും കൂടി ഊരി കാണിച്ചതിന് തത്ത എന്നെ അവിടെ നിന്ന് കുറേ കളിയാക്കുന്നുണ്ട്. ഓക്കെ, ഈ ഡ്രസ്സിന് യൂണിഫോമിന് ആക്ച്വലി ഇങ്ങനത്തെ ചേരില്ല എന്നറിയാം. പക്ഷേ ഇതേ എൻ്റെ അടുത്ത് ഇവിടെയുള്ളൂ, അതുകൊണ്ട് ഞാൻ അതിട്ടു. പിന്നെ തത്ത ആര്യ ഞങ്ങളെ കൂട്ടാൻ വന്നായിരുന്നു. അപ്പോൾ ഞാൻ താഴത്തെത്തി. അങ്ങനെ തന്നെ രാവിലെ തന്നെ ആര്യൻ്റെ കൂട്ടുകാരിയും തമ്മിലൊരു സംഭാഷണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ഞങ്ങൾ 3 പേരും കാറിൽ കയറി. ഡോക്ടർ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി ഗേറ്റിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ വീട്. അതുപോലെ തന്നെ ഇത് ഫുള്ള് മാവുന്നതായിട്ടാണ്. ഇപ്പോഴും മാങ്ങ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഡോക്ടറാണ് ഗേറ്റ് അടയ്ക്കുന്നത്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി, ചായ കുടിച്ചു. എനിക്ക് വാട്ടർ മെലൺ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ യൂണിഫോം കിട്ടിയതിൻ്റെ പട്ടി ഷോ എടുത്തു കുറേ കണ്ടില്ലേ. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ, ബൈ.